അവർക്ക് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോഷൻ ട്രാക്കറിൽ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് 24.8. അപ്പോൾ 24.8ൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കിനി ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മൾ മുന്നേ കൂട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് അല്ല ജൂലൈ 31 കഴിയുമ്പോൾ കുറച്ച് ചേഞ്ചസുകൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഓർക്കണില്ലേ? അതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് FRS ഒക്കെ വേഗം ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ജൂലൈ 31 കഴിയുമ്പോൾ മാറ്റങ്ങൾ വരാം എന്ന് പറഞ്ഞിരുന്നു. സോ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഈ പറയുന്ന പോഷൻ ട്രാക്കിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പോഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നോർമലി നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഓപ്പൺ ആക്കിയതിന് ശേഷം ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് അതിൽ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാം. പോഷൻ ട്രാക്കർ ഓപ്പൺ ആയി കഴിയുമ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഓർമ്മയുണ്ട്, കുറച്ച് നാൾ ഇതിന് തൊട്ട് മുന്നത്തെ അപ്ഡേഷനിൽ ഇതുപോലെ ഒരു കളർ ചേഞ്ച് വന്നിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നമുക്ക് ചെയ്യുന്ന സമയത്ത് ഉച്ച തൊട്ട് മാത്രമാണ് അംഗൻവാടി തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അംഗൻവാടി തുറന്നാലും എറർ കാണിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ ഇഷ്യൂസൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ബേസിസിലാണ് റിവേഴ്സായിട്ട് ബാക്കിലേക്ക് പോയത്. നമുക്ക് ഓർമ്മയില്ല, ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന അപ്ഡേറ്റിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അംഗനവാടി വർക്കർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ലോഗിൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ കേസ് ഫോൺ നമ്പറും പാസ്വേഡ് അടിക്കുക. നോർമലി നിങ്ങൾ അടിക്കുന്ന പോലെ തന്നെ കേസ് ഫോൺ നമ്പർ അതുപോലെ പാസ്വേഡ് അവിടെ അടിച്ച് സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി ഹോമിലേക്ക് പോകും. ഹോമിൽ പോയിട്ട് എന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെ ബെനിഫിഷ്യറി ഉണ്ടല്ലോ, നമ്മൾ ബെനിഫിഷ്യറീസിൽ മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ പറയണ ബെനിഫിഷ്യറീനെ ഓരോ കാറ്റഗറിയിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസ് അടിച്ച് നേരെ എൻ്റർ ചെയ്യാറ് പതിവ്. നിങ്ങൾക്കറിയാമല്ലോ, നോർമലി അവരുടെ പേരും മറ്റു ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് നേരെ സബ്മിറ്റ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ FRSും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഈ KYCയും ഫേസ് ക്യാപ്ചറിങ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴായിരുന്നു, നമ്മളതിന് ശേഷമുള്ള സ്റ്റെപ്പായിരുന്നു. അറിയാമല്ലോ, കാരണം നേരെ നമ്മൾ അവരുടെ പേരും ഡീറ്റെയിൽസും ഡെലിവറി ഡേറ്റ്, PM ആണെങ്കിൽ LMP, LM ആണെങ്കിൽ ഡെലിവറി ഡേറ്റ്, കുട്ടികളാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, കാര്യങ്ങൾ അടിച്ച് സബ്മിറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ THR ചെയ്യാറ്. ഇപ്പോൾ ചേഞ്ച് വന്നു, എല്ലാ കാറ്റഗറിയിലും നമുക്ക് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് 6 to 3 ഒരെണ്ണം ചെക്ക് ചെയ്യാം. മനസ്സിലായോ? 6 to 3 ഒരെണ്ണം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കറിയാം, PM-നെയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ PM-ൻ്റെ തന്നെ ആധാർ നമ്പർ അടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, PM പ്രഗ്നൻറ്റ് മദറിനെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് മദറിൻ്റെ തന്നെ ആധാർ എൻ്റർ ചെയ്യണം, വേറെ ആളെ മാറ്റി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാക്ടേറ്റിംഗ് ആണെങ്കിലും ലാക്ടേറ്റിംഗ് മദറിനെ തന്നെ ചേർക്കണം, വേറെ ആളെ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്കൊരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുതിയ ആളെ ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി PM LM 6 to 3. അപ്പോൾ PM-നെ ഇപ്പോൾ നമ്മൾ എടുക്കുക, പ്രഗ്നൻറ്റ് മദറിനെ എടുക്കുക അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വുമൺ എടുക്കുമ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ നോക്കിയാൽ കണ്ട, ന്യൂ രജിസ്ട്രേഷന് മുന്നേ നമുക്ക് വെറുതെ അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതിയായിരുന്നു. അതായത് അവരുടെ പേര്, PM ആണെങ്കിൽ അവരുടെ പേര്, LMP, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ പേരൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഈ FRSും അതുപോലെ ഈ KYC ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ലേ. ഫോട്ടോ ക്യാപ്ചറിങ് ഈ KYCയും പിന്നീട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സ് കണ്ട, ആ ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പറയണണ്ട, അതായത് അപ്ഡേറ്റ് ചെയ്തു എന്നാണ് പറയണത്. അതായത് ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ KYCയും ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്യണം എന്നാണ് പറയണത്. PM ആയിക്കോട്ടെ, LM ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, രജിസ്ട്രേഷൻ സമയത്ത് തന്നെ ഈ KYCയും ഫേസ് ക്യാപ്ചറും ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇത് ആ ലിസ്റ്റിലേക്ക് വരുള്ളൂ. അതായത് നമ്മുടെ ഈ ലിസ്റ്റില്ലേ, ഇപ്പം നമ്മൾ ഇവരൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ലിസ്റ്റ് വരില്ല കണ്ട, ഈ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ അങ്ങനെ വേണം. നമുക്കറിയാം, നമ്മൾ മുന്നേ നമുക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ വരും. അതിന് ശേഷം ആധാർ വെരിഫൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതായത് എൻ്റർ ചെയ്തിട്ട് ആധാർ വെരിഫൈ ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ഇൻവാലിഡ് ക്ലൗഡിൽ പോവും. ക്ലൗഡിൽ പോയിട്ട് ഇൻവാലിഡ് ആവും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് കാണിക്കും, നമ്മളത് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലിസ്റ്റിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി
KYCയും FRSും അത് ഫേസ് ക്യാപ്ചറിങ്ങും ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ PMനെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ PMനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരെ ന്യൂ രജിസ്ട്രേഷനിൽ പോവും. ന്യൂ രജിസ്ട്രേഷൻ പോകുമ്പോൾ കണ്ട ഇതുപോലെ പറയുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ PMും LM ഒക്കെ ആണെങ്കിൽ അവരെ തന്നെ ആധാർ എൻ്റർ ചെയ്യണം, അതിൽ ചേഞ്ച് ഇല്ല. ഇപ്പോൾ ചിൽഡ്രൻ ആണെങ്കിൽ നമുക്കറിയാം കുട്ടികൾ മൈനറാണ്, അവർക്ക് പൊടിയൊന്നും വാങ്ങി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളവിടെ കുട്ടികളാണെങ്കിൽ നമ്മൾ ആരുടെ ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടത്, അവിടുത്തെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പേരൻസോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ 6 to 3 month കുട്ടികളൊക്കെ നമ്മൾ 6 to 3 year കുട്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് KYC ചെയ്യുമ്പോൾ നമ്മളെടുത്ത് അതിൽ ചോദിക്കാറുണ്ട്, കുട്ടിയുടെ ആധാർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. കുട്ടിയുടെ ആധാർ വെച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ചോദിക്കും കുട്ടിയായിട്ടുള്ള ബന്ധം അമ്മയാണോ അച്ഛനാണോ, KYC ചെയ്യുമ്പോൾ അച്ഛനാണോ അമ്മയാണോ പേരൻ്റ് ഓർ ഗാർഡിയനാണോ. അപ്പോൾ നമ്മൾ അമ്മയാണെങ്കിൽ അമ്മേനെ സെലക്ട് ചെയ്ത് അമ്മേരെ ആധാർ അടിച്ച് KYC ചെയ്യും. ആ അമ്മയുടെ ഫോട്ടോ വെച്ച് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യും. അല്ല അമ്മയല്ല എന്നുണ്ടെങ്കിൽ ചൈൽഡ് ഡെസിഗ്നേറ്റഡ് ആധാർ യെസ് കൊടുത്ത്, മദർ ഡെസിഗ്നേറ്റഡ് ആധാർ യെസ് കൊടുത്ത്, പിന്നെ ആരെയാക്കും പേരൻ്റ് ഓർ ഗാർഡിയനാക്കും. എന്നിട്ട് അവരുടെ KYCയും ഫേസ് വെരിഫിക്കേഷനും ചെയ്യും. അറിയാലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്കും സെയിം തന്നെ, അതായത് കുട്ടിയുടെ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണോ ഒഴിയുന്നുണ്ടെങ്കിൽ അമ്മയുടെ ആരുടെയാണോ KYC ചെയ്യണത് അവർ തന്നെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ. അപ്പം നമുക്കിപ്പോൾ PM ആണെങ്കിൽ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ അവിടെ PMൻ്റെ ആധാർ നമ്പർ അടിക്കണം, മനസ്സിലായ? അപ്പോൾ 12 digit ഇതിപ്പോൾ കറക്റ്റ് അല്ലല്ലോ, വെറുതെ 0 അടിച്ചുകൊണ്ടാണ് താഴെ ഒരു റെഡ് വന്നേ. അവിടെ കറക്റ്റ് PMൻ്റെ ആധാർ നമ്പർ അടിക്കുക, PMൻ്റെ മൊബൈൽ നമ്പർ അടിക്കുക. വെറുതെ ഒരു നമ്പറാട്ടോ ഞാൻ അടിക്കണേ. നമ്പർ അടിച്ച് നിങ്ങൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി ആ നമ്പറിലേക്ക് OTP പോയി നമ്മളത് വെരിഫൈ ചെയ്യേണ്ടി വരും. അറിയാമല്ലോ, നമ്മൾ മുന്നിൽ ചെയ്തിരുന്ന പോലെ തന്നെ. അത് PMൻ്റെ കേസ്. ഇനിയിപ്പോൾ LM ആണെന്ന് വിചാരിക്കുക, LMൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ആണെന്ന് വിചാരിക്കുക, അവിടെയും ഇതേ ഒരു പ്രോസസ്സ് തന്നെ. LMൻ്റെ പോലെ നമ്മളിത് എടുത്തു. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ LM ആയപ്പോൾ കണ്ട സെലക്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ യു വാണ്ട് ടു ആഡ് അലോങ് വിത്ത് മദർ. ഇപ്പോൾ LM ആകുമ്പോൾ അറിയാം പ്രസവശേഷമാണ് നമ്മൾ LMനെ ആഡ് ചെയ്യണത്, ലാക്ടേറ്റിംഗ് മദർ വരുന്നത്. അപ്പോൾ LM ആകുമ്പോൾ അവിടെ സിംഗിൾ ബർത്ത് ആണോ ട്വിൻസ് ആണോ ട്രിപ്ലറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുന്നൊക്കെ നമുക്ക് ട്വിൻസ് വരുമ്പോൾ ചേർക്കാനായിട്ട് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു കുട്ടീനെ 60 to 6 ചേർത്ത് രണ്ടാമത്തേനെ വേറെ ചേർക്കുക ചെയ്യാറ്. ഇവിടെ നമുക്ക് ട്വിൻസ് ആണെങ്കിൽ ട്വിൻസ് സെലക്ട് ചെയ്യാം, ട്രിപ്ലറ്റ് ആണെങ്കിൽ ട്രിപ്ലറ്റ് സെലക്ട് ചെയ്യാം. പുതിയൊരു ചേഞ്ചസ് വന്നു. ഇപ്പോൾ സിംഗിൾ ബർത്ത് ആണെങ്കിൽ സിംഗിൾ എന്ന് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കും. അപ്പോൾ അവിടെ ആ അമ്മയുടെ ആധാർ അടിക്കണം, കാരണം LM ആണ്. അപ്പോൾ LMൻ്റെ ആധാർ അടിക്കണം, മൊബൈൽ നമ്പർ അടിക്കണം, പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയിട്ട് ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതിന് ശേഷമുള്ള പിന്നെ അതുപോലെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് 0 to 6 month കുട്ടിയാണെന്ന് വിചാരിച്ചോ, ന്യൂ രജിസ്ട്രേഷൻ എടുത്തോ, ഇതുപോലെ തന്നെ അതിൽ വരും. കണ്ട ഇതിൽ ആരെയാണ് ചേർക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ട ഇപ്പോൾ 0 to 6 month എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിൽ കണ്ട അപ്പോൾ ആരായിരിക്കും, മദറിൻ്റെ ആണോ ഫാദറിൻ്റെ ആണോ ഗാർഡിയൻ്റെ ആണോ, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പോൾ കുട്ടിക്ക് പകരം അമ്മയുടെ ആധാറോടെ ചേർക്കാം, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, അപ്പോൾ തന്നെ ആധാർ കിട്ടണമെന്നില്ല. അപ്പോൾ മദേഴ്സ് ആധാർ എന്നുള്ളത് കൊടുത്ത് നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകും. എന്നിട്ട് അവിടെ ആധാർ നമ്പർ ആരും അടിക്കണ്ടേ, മദറിനെയാണ് നമ്മളവിടെ സെലക്ട് ചെയ്തപ്പോൾ മദറിൻ്റെ ആധാർ നമ്പറും ഫോൺ നമ്പർ അടിക്കണം. ഇനിയിപ്പോൾ നമ്മളവിടെ 0 to 6 രജിസ്ട്രേഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫാദറിനെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ, മനസ്സിലായ, ഫാദറിനെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമ്മളവിടെ ഫാദറിൻ്റെ ആധാർ നമ്പറും മൊബൈൽ നമ്പർ അടിക്കണം. ആരെയാണോ സെലക്ട് ചെയ്യണത് അവരുടെയാണ് അവിടെ അടിക്കേണ്ടത്. ഇപ്പോൾ ഇനിയിപ്പോൾ അതല്ല നമ്മൾ പേരൻ്റ് ഓർ ഗാർഡിയൻസ് ആധാർ ആണെങ്കിൽ, ഇപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ അവരുടെ ആധാർ നമ്പറും ആക്കണം. അപ്പം നമ്മളവിടെ മദർ സെലക്ട് ചെയ്തിട്ട് ഒരിക്കലും ഫാദറിൻ്റെ ആധാറോട് അടിക്കരുത്, അല്ലെങ്കിൽ ഫാദർ സെലക്ട് ചെയ്തിട്ട് മദറിൻ്റെ ആധാറോട് അടിക്കരുത്. കുറേ ആൾക്കാർ അങ്ങനെ തെറ്റി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നമുക്ക് 6 month to 3 year നമ്മളെടുത്തു, ന്യൂ രജിസ്ട്രേഷൻ എടുത്തു. അവിടെയും ഈ ഒരു കാര്യം തന്നെ വരുന്നുണ്ട്, കാരണം എല്ലാത്തിനും ഇത് അപ്ലിക്കബിൾ ആണ്. നമ്മളതിൽ അണ്ടർഷൂട്ട് കൊടുത്ത് മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, മദേഴ്സ് ആധാർ, നമ്മൾ ആരുടെയാണ് ആധാർ, മദറിൻ്റെ ആയിരിക്കുമല്ലോ ആധാർ ആഡ് ചെയ്യുക. അപ്പോൾ മദേഴ്സ് ആധാർ എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ടു രജിസ്റ്റർ എ ചൈൽഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു പ്രൊവൈഡ് ദ ആധാർ ഡീറ്റെയിൽസ് ഓഫ് ദ മദർ ഫോർ KYC ആൻഡ് ഫേസ് ക്യാപ്ചർ. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോഴും മൈനറല്ലേ, അപ്പോൾ അവരൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആധാർ വെച്ച് ചെയ്താലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊടി വാങ്ങാനായിട്ട് പറ്റില്ലല്ലോ. വന്നിട്ട് അമ്മയോ അവരിലാരെങ്കിലും ആയിരിക്കില്ല എന്ന് പൊടി വാങ്ങാം. അതുകൊണ്ടാണ് ഇവരുടെ കൊടുക്കാൻ പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മദേഴ്സ് ആധാർ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ആധാർ നമ്പർ അടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആധാർ നമ്പറും അവരുടെ ഫോൺ നമ്പറും നമ്മളിവിടെ അടിക്കണം. നമ്മളത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളെ ഡീറ്റെയിൽസ് അവരുടെ ആധാർ നമ്പറും
ഫോൺ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കാണുന്ന പ്രൊസീഡ് ഇല്ലേ, ആ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ആണ് പ്ലീസ് വെയിറ്റ്, OTP വിൽ ബി സെൻഡ് ടു മൊബൈൽ നമ്പർ. അവരുടെ ആ മൊബൈൽ നമ്പറിലേക്ക് OTP പോകുന്നതാണ് പറയണത്. കണ്ട, മൊബൈൽ ഓതൻറ്റിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പായിട്ട് ഇതിൽ ഒറ്റ സ്റ്റെപ്പിലെല്ലാം കഴിയുകയാണ്. മനസ്സിലായ? വേറെ വേറെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട, ഒറ്റ ഇരിപ്പിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് അവസാനിപ്പിക്കാം. റിക്വസ്റ്റ് OTP കൊടുക്കുക. അപ്പോൾ അവർക്കൊരു OTP പോവും. അതിനുശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്യാം. ആ OTP ബെനിഫിഷ്യറിക്ക് പോവും. അപ്പോൾ ബെനിഫിഷ്യറി OTP പറഞ്ഞു തരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അതിവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവർ തന്നിട്ടുള്ള OTP ഇവിടെ അടിച്ചു കൊടുക്കുക. മനസ്സിലായ? അടിച്ചതിന് ശേഷം വെരിഫൈ കൊടുക്കുക. കണ്ട, അപ്പോൾ അവരുടെ എലിജിബിളാണ്, രജിസ്ട്രേഷൻ എലിജിബിളായി, ബെനിഫിഷ്യറീസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ. കണ്ട, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു EKYC. കണ്ട, അവരുടെ ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് പ്രൊസീഡ് ടു EKYC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് മുന്നോട്ട് പോവും. EKYC സ്റ്റെപ്പിലേക്ക് പോകും. ഇവിടെ അവരുടെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക, ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം, മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ. അതിന് ശേഷം നമ്മളവിടെ ആ OTP അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ബെനിഫിഷ്യറി പറഞ്ഞു തന്ന OTP അവിടെ അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക, അലോ കൊടുക്കുക. കണ്ട, EKYC കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. കണ്ട, ഒറ്റയടിക്ക് EKYCയുടെ പ്രോസസ്സ് അവിടെ പൂർത്തിയായി. നമുക്കറിയാം, നമ്മളിതൊക്കെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ബെനിഫിഷ്യറിയിൽ പോയി പ്രൊസീഡൊക്കെ കൊടുത്ത് നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് രജിസ്റ്റർ ചെയ്യാനോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നർത്ഥം. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിത് പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ ചെയ്തിരുന്ന പോലെ മുന്നോട്ട് പോവുക. അവിടെ EKYC ഫോട്ടോ ഓൾറെഡി അവിടെ വരും. കാരണം നമ്മളിപ്പോൾ ആ കുട്ടിയുടെ EKYC ചെയ്ത് വെരിഫൈ ആയല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ അവിടെ ഇപ്പോൾ വരും. കണ്ടില്ലേ, വന്നു. ഇനി നമുക്ക് അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഫോട്ടോ ക്യാപ്ചറുള്ള ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുക. ഐ ബ്ലിങ്ക് ചെയ്യണം, അറിയാമല്ലോ. ഐ ബ്ലിങ്കും അതുപോലെ സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ ചെയ്യണ പ്രോസസ്സ്. നമുക്ക് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി. നമുക്കറിയാമല്ലോ, 2 ടിക്ക് നമ്മൾ കണ്ടു, 2 പച്ച ടിക്ക് വന്നു. പച്ച ടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി. അതായത് നമ്മൾ ഈ ഒരു കുട്ടീനെ 6 to 3 നമ്മൾ ഏതൊരു കാറ്റഗറി ആയിക്കോട്ടെ, PM ആയിക്കോട്ടെ, LM ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർ ചേർക്കണ സമയത്ത് അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ FRS കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. FRS കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോണത്. സോ നമ്മൾ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ താഴെ കാണുന്ന നീലയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് വരും. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അതിൽ നമ്മൾ ഓൾറെഡി അവിടെ കുട്ടിയുടെ അമ്മേനെ വെച്ച് നമ്മൾ FRS പൂർത്തീകരിച്ചു. ഇനിയാണ് നമ്മൾ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഓൾറെഡി അമ്മേനെ വെച്ച് നമ്മൾ FRS പൂർത്തീകരിച്ച കാരണം കൊണ്ട് അമ്മയുടെ ആധാറും കാര്യങ്ങളൊക്കെ വെരിഫൈ ആയി. FRSൻ്റെ ഭാഗം ഇനി നോക്കേ വേണ്ട. ദെൻ നമ്മൾ കുട്ടിയുടെ പേര് ഇവിടെ അടിക്കണം. എന്താണ് കുട്ടി എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര് ഇവിടെ അടിക്കണം. അതിനുശേഷം ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ അടിക്കണം, ജെൻഡർ അടിക്കണം, കാറ്റഗറി അടിച്ചിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ കുട്ടിയുടെ പേര് ഇവിടെ അടിക്കാം. അപ്പോൾ നമ്മളിവിടെ കുട്ടിയുടെ പേര് അടിക്കുക. 6 to 3 ആണല്ലോ. കുട്ടിയുടെ പേര് നമ്മളവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ നെയിം ഇൻ യുവർ ലാംഗ്വേജ് നമുക്ക് നിർബന്ധമില്ല, സ്റ്റാർ ഇട്ടത് എൻ്റർ ചെയ്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. കുട്ടി എന്നാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം കുട്ടിയുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള എൻ്റർ ചെയ്യുക. അവരുടെ കാറ്റഗറി കാണിക്കുക. റെസിഡൻറ്റ് ടൈപ്പ് പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ള കാണിക്കുക. ഇതറിയാലോ, എന്തെങ്കിലും ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കണത്. അത് അതിൻ്റെ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. കണ്ട, ബെനിഫിഷ്യറി രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. കണ്ട, കുട്ടിയുടെ പേരും കാറ്റഗറിയും കാണിച്ചു. ബെനിഫിഷ്യറി സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണിച്ചു. ഡണ്ണ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചെയ്ത പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിലേക്ക് വരാം. നമുക്ക് 6 to 3 നോക്കാം. രുദ്രേനെയാണ് നമ്മൾ ചേർത്തത്, അറിയാലോ.
അമ്മയുടെ ഫേസ് വെരിഫിക്കേഷൻ നടത്തി രുദ്രനെ ചേർത്തു. നമ്മൾ ബെനിഫിഷ്യറിയിൽ പോയിട്ട് 623 നമ്മൾ നോക്കാം. അപ്പോൾ 623 നോക്കുമ്പോൾ നമുക്ക് രുദ്ര വന്നിട്ടുണ്ട്. കണ്ട നോക്കി നിങ്ങൾ, രുദ്ര ഏറ്റവും താഴെ കിടക്കണുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലൗഡിൽ നിങ്ങൾക്ക് പോയി നോക്കാം. ക്ലൗഡിൽ പോയി നോക്കണ സമയത്ത് ഇവിടെ എന്തെങ്കിലും പെൻഡിങ് എടുക്കണോ നോക്കാം. ഇനിയിപ്പോൾ അങ്ങനെ വരില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായി? അതായത് ഫേസ് വെരിഫിക്കേഷനും KYC ഒക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 623 നോക്കിയപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ രുദ്ര എന്ന് കണ്ട ആ കുട്ടിയുടെ അവിടെ എൻട്രായി സക്സസ് ആയി. ഓവറോൾ മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആദ്യം ഒരു പുതിയ ബെനിഫിഷ്യറീനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. അത് PM ആയിക്കോട്ടെ, LM ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ. അപ്പോൾ PM LM ഒക്കെ ആകുമ്പോൾ അവരുടെ തന്നെ ആധാർ അടിച്ചുകൊണ്ട് നമ്മൾ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ തന്നെ അവരുടെ ആധാറിൻ്റെ KYCയും FRSും ചെയ്ത് പൂർത്തീകരിക്കും. ഇനി കുട്ടികളാണെങ്കിൽ നമ്മൾ അമ്മയുടെ ആധാർ, അല്ലെങ്കിൽ അമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ പേരൻ്റ് ഓർ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ അവരുടെ ആധാർ വെച്ച് ചെയ്യും, KYC ചെയ്യും, FRS ചെയ്ത് പൂർത്തീകരിക്കും. ഇതിലെല്ലാത്തിലും ഈ ഒരു FRS കഴിഞ്ഞതിന് ശേഷമാണ് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം KYC സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് കണ്ടു ഫസ്റ്റ് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടു. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ രജിസ്ട്രേഷൻ്റെ ഫോം വന്നത്. മനസ്സിലായ? ആ 3 സ്റ്റെപ്പ് കഴിഞ്ഞ്, ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബെനിഫിഷ്യറി രജിസ്റ്റേർഡ് സക്സസ്ഫുൾ എന്ന് വരുന്നത് കാണിക്കും. അതിന് ശേഷം നമ്മൾ ലിസ്റ്റിൽ പോകുമ്പോൾ ബെനിഫിഷ്യറി ലിസ്റ്റിൽ അവർ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി കഴിഞ്ഞു. അല്ലാതെ ബെനിഫിഷ്യറിനെ ചേർത്തിട്ട് പിന്നെ രണ്ടാമത് വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.